അമ്മയ്ക്കാണോ ഭാര്യയ്ക്കാണോ മുൻഗണന കൊടുക്കേണ്ടത്? കല്യാണം കഴിഞ്ഞ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ശരിക്കും ഇതിൽ ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നല്ല, രണ്ടുപേരും ഒരാളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാളുകളാണ്. അമ്മയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴേ അത്രയും നാളും നോക്കി വളർത്തി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അമ്മയാണ് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്നൊരു ദിവസം കയറി വന്ന പെണ്ണിന് എല്ലാ സ്നേഹം കൊടുക്കുക എന്നുള്ളത് ഏതൊരമ്മയ്ക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. ഭാര്യയാണെങ്കിലോ അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം വിട്ട് ഭർത്താവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും പരിഗണനയും കൊടുക്കുക തന്നെ വേണം. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഭാര്യ കാരണമോ അല്ലെങ്കിൽ അമ്മ കാരണമോ ഉണ്ടെങ്കിൽ ആ രണ്ടുപേരുടെ മുന്നിലിട്ടിട്ടും അവരുടെ ഒരു ഭാഗത്തെ ന്യായീകരിക്കാതിരിക്കുക. അതേപോലെ തന്നെ ആ ഒരു കുറ്റം ചെയ്ത ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക. അപ്പം നമ്മൾ അവർക്ക് പേഴ്സണലി അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്വന്തം ഭാര്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് ഒരു ഭർത്താവ് തന്നെയാണ്. അത് മറ്റൊരാൾക്ക് വിഷമാകുമെന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹവും ബഹുമാനവും അമ്മയ്ക്ക് കൊടുക്കുക തന്നെ വേണം. അപ്പം രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഒരാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മറ്റൊരാളെ മാറ്റി നിർത്തണം എന്നൊന്നുമില്ല.